ഒന്ന് ജംഗ്ഷൻ പോകാറങ്ങിയത്. അപ്പോഴേ ഓർത്തത് നാളെ കോളേജിൽ പരിപാടിയാണ്, ഹനാൻഷയാണ് ഗസ്റ്റ്. അതിന്റെ സ്റ്റേജ് കെട്ടുന്നതാണെങ്കിലോ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ സൈഡിൽ. എന്തായാലും ഹോസ്റ്റലിന് വെളി ഇറങ്ങി. എന്നാ പിന്നെ അവിടെ പോയി പണി അവിടെ ആയി എന്നൊക്കെ നോക്കിയിട്ട് പോകാന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോഴാണെങ്കിലും അധികം ഒന്നും ആയില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. എന്നാ പിന്നെ നേരെ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പണിയെല്ലാം ഒരുവിധം ആവും. അപ്പൊ പിന്നെ നോക്കിയിട്ട് തിരിച്ചു കയറാനുള്ള പ്ലാന്. ഞങ്ങൾ നേരെ ജംഗ്ഷനിൽ പോയി. ജംഗ്ഷനിൽ പോയാൽ അറിയാലോ, നേരെ കൃപയിലോട്ട്. അവിടെ ചെന്ന് പുതുതായിട്ട് വന്ന സാധനങ്ങളും നോക്കി റേറ്റ് ഒക്കെ നോക്കിയാലേ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അവിടെ ചെന്നിട്ട് പാക്കേജിങ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനവും ഞങ്ങൾ എടുത്തു വെച്ച് നോക്കും. മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ലാസ്റ്റ് ഒരു പോമിഗ്രാനൈറ്റിന്റെ ജ്യൂസ് എടുത്തു. അതാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞാണ് എടുത്തത്. അതിലാണെങ്കിൽ നോ ആഡഡ് ഷുഗർ ആയിരുന്നു, എങ്കിലും അങ്ങ് എടുത്തു. അതാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, നയനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ജംഗ്ഷനിൽ പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് പണി ഏകദേശം എല്ലാം കഴിഞ്ഞു. രാത്രി കൊണ്ട് ഫുൾ സെറ്റ് ആവും. ഹോസ്റ്റലിന്റെ തൊട്ടടുത്താണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെറസിൽ കയറിയാലും ഞങ്ങൾക്ക് ഹനാൻഷയെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ കൊല്ലം യൂണിയൻ MHR കൊണ്ടുവന്നു. ഈ കൊല്ലമാണെങ്കിൽ ഹനാൻഷായി. 5ാമത്തെ കൊല്ലം ആണല്ലോ യൂണിയൻ പിടിക്കുന്നത്. അപ്പൊ പിന്നെ കിടിൽ ഒരാളെ തന്നെ കൊണ്ടുവരണ്ടേ. നാളെ ഇനി ഇവിടെ മൊത്തം ആളായിരിക്കും. എവിടെ നിന്ന് മര്യാദയ്ക്ക് കാണും എന്ന് പോലും ഒരു പിടിയില്ല. 6 മണിക്ക് ഹോസ്റ്റലിൽ കയറണുള്ളൂ. ഞങ്ങൾ ഇനി ഹോസ്റ്റലിൽ കയറി. കൃത്യമായിട്ട് സ്റ്റേജ് കെട്ടി തരുമ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. സ്റ്റേജ് എല്ലാം സെറ്റായി. ഇനി നാളെ ഹനാൻഷ വന്നൊരു പ്രോഗ്രാമും കൂടെ നടന്നിയ ഫുൾ സെറ്റ്. നാളെ കോളേജിലെ എല്ലാ പിള്ളേരും, കോളേജിലെയും സ്കൂളിലെയും സകലമാന പിള്ളേർ ഇവിടെ കാണും ഹനാൻഷയെ കാണാൻ.